ഹലോ ഗൈസ്, നമ്മളങ്ങനെ തിരുനെൽവേലിയിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ നെല്ലയ്യപ്പർ ക്ഷേത്രത്തിലൊക്കെ തൊഴുതു. ഇനി അതിനുശേഷം നമ്മൾ പോകുന്നത് മണിമുത്താർ വാട്ടർഫാൾസും ഡാമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു റെയിൽവേ ക്രോസിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി നിന്നു. സൈഡിലൊക്കെ നല്ല നല്ല കാഴ്ചകളുണ്ട്. നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ ഈ ബസ്സിൻ്റെ സൈഡ് കൂട്ടി നിൽക്കാൻ കേട്ടോ, കുറച്ച് തണൽ കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ യാത്ര തിരിക്കുകയാണ്. തിരുനെൽവേലിയിൽ നിന്നും 52 കിലോമീറ്ററാണ് മണിമുത്താർ വാട്ടർഫാൾസിലേക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയിലേക്കുള്ള ചുറ്റുവട്ടത്തുള്ള ഭംഗി പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല, നല്ല ഭംഗിയുണ്ട് ഇതിൽ കാണാനായിട്ട്. നമ്മളിപ്പോൾ പോകുന്ന മണിമുത്താർ ഡാമും വാട്ടർഫാൾസും ഒക്കെ തന്നെ നമ്മുടെ തിരുനെൽവേലി ജില്ലയിലെ അംബാസമുദ്രം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കേട്ടോ. പശ്ചിമഘട്ട മലനിരകളുടെ മനോഹാരിതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലങ്ങൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആകർഷണീയമായ ഒന്ന് തന്നെയാണ്. അതുപോലെ പോകുന്ന വഴിയിലൊക്കെ സഹ്യപർവ്വത മലനിരകൾ കാണാൻ സാധിക്കും കേട്ടോ. തമിഴ് സിനിമ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട പ്ലേസ് കൂടിയാണ് ഇവിടെ. ഇവിടുന്ന് ധാരാളം ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കലക്കാട് മുണ്ടന്തുറൈ ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. ഇനി ഇവിടുന്ന് പാസ് എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ പോകാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലാണ് മണിമുത്താർ വാട്ടർഫാൾസ് ഉള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു പണി മനസ്സിലായത്. 2 വീലറിൽ പോകാൻ വേണ്ടി അനുവാദമില്ല, നടന്നു പോകാനും സമ്മതിക്കില്ല. ഒന്നെങ്കിൽ ടാക്സി എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കാറിലൊക്കെ വരുന്നവർക്ക് യാതൊരു കുഴപ്പമില്ലാതെ നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 2 വീലറിൽ വന്നുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അടുത്തൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ടാക്സി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടുന്ന് ഈ നിൽക്കുന്ന ആൾ നമുക്കൊരു ടാക്സി ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നു കേട്ടോ. കുറേ പേരൊക്കെ ഇങ്ങനെ ഇതറിയാതെ 2 വീലറിലൂടെ വരുന്നവർ കുറച്ച് പേരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കാത്തിരുന്നപ്പോൾ താഴെ നിന്ന് നമുക്ക് ടാക്സി വന്നു. അങ്ങനെ ഞാനും കൂടെ ഫ്രണ്ടിലേക്ക് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഫ്രണ്ടിൽ നിന്ന് വീഡിയോ പിടിക്കുമ്പോഴേ ഒരു ഭംഗി ശരിക്കും ഇങ്ങോട്ട് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് അത്രയും സീറ്റ് പുറകെ കിടന്നാലും ഞാനും ഫ്രണ്ടിൽ കയറി കുത്തിക്കയറി ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പാസ് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് 2 പേർക്ക് കൂടെ. പിന്നെ ഈ വണ്ടിയുടെ എന്തോ അടുത്തൊരു ചാർജ് കൂടെ കൂട്ടിയിട്ട് 130 രൂപയാണ് ടിക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഇവിടുന്ന് വണ്ടി നന്നായിട്ട് പരിശോധിക്കും കേട്ടോ. കാരണം അതിനുള്ളിലേക്ക് പോകുന്നതല്ലേ, സോപ്പോ ഷാമ്പോ തുടങ്ങിയ പോലെ സാധനങ്ങളൊന്നും കയ്യിൽ കരുതാൻ പാടില്ല. കാരണം വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോകുന്നവർക്ക് പിന്നെ ഈ മദ്യമോ ലഹരികളോ ഒന്നും ഇല്ല വണ്ടിയിൽ എന്നുള്ളത് ഉറപ്പുവരുത്തും. അങ്ങനെ നമ്മൾ ഈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഒരു വലിയ ടൈഗർ റിസർവ് തന്നെയാണ്. കലക്കാട് മുണ്ടന്തുറൈ ടൈഗർ റിസർവിൻ്റെ ഒരു ചെറിയ ഭാഗത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ വനത്തിൽ ധാരാളം വന്യമൃഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ആന, കടുവ തുടങ്ങി പലതരത്തിലുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഒരു 3 മണിക്ക് ശേഷം അങ്ങോട്ട് കടത്തി വിടത്തില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് മണിമുത്താർ ഡാമിൻ്റെ ചെറിയ സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഡ്രൈവർ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വലുത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ സൈഡാക്കി ഒന്ന് കുറച്ച് പണിപ്പെടണം. കാരണം ചെറിയ വീതിയുള്ള റോഡാണ്. പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലിരുന്ന് വീഡിയോ പിടിക്കാൻ നല്ല രസമുണ്ട്. കാരണം ഫ്രണ്ടിലെ കാഴ്ചകളൊക്കെ ശരിക്കും കാണാം. പുറകിലിരുന്ന് അത്രയ്ക്കൊരു ഭംഗി വീഡിയോ എടുക്കുന്നതിലുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഡ്രൈവർ ചേട്ടൻ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരോ സ്ഥലങ്ങളെത്തുമ്പോൾ കാണിച്ചു തരികയും പറയുകയും വീഡിയോ എടുക്കാനൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പുള്ളി കേരളത്തിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടു. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേ മനസ്സിലായി നല്ല തിരക്കാണെന്നുള്ളത്. എല്ലായിടത്തും വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ കാർ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത ശേഷം നമ്മൾ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു ബ്രിഡ്ജൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ മണിമുത്താർ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ ഇടതൂർന്ന വനങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ. അതുതന്നെ ഒരു പ്രകൃതിയുടെ അമൂല്യ സൃഷ്ടിയാണെന്ന് പറയാം. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല തിരക്ക് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മണിമുത്താർ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതെന്താ ഇത്ര ചെറുതോ എന്ന് തോന്നിയിട്ട് കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ പോയത് തമിഴ്നാട്ടിലൊരു മഴ സീസണിലല്ല. അപ്പോൾ മഴ സീസൺ അല്ലെങ്കിൽ കൂടെ ഇവിടെ ഇത്രയും വെള്ളമുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ മഴ സീസണൊക്കെ ആണെങ്കിൽ എന്തോരം വെള്ളം ഉണ്ടായിരിക്കില്ലേ, എന്ത് ഭംഗി എന്നൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ നമ്മൾ മണിമുത്താർ വാട്ടർഫാൾസ് കാണുന്ന ഒരു സൈഡാണിത്. നമ്മൾ ചെന്ന സമയത്ത് ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ പൊടിയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തോരം ആൾക്കാരെ കുളിക്കാനുള്ള തിരക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ജെൻസിനും ലേഡീസിനായിട്ട് വെള്ളച്ചാട്ടത്തിനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു മതിൽ പോലെ കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അവിടെ അത്രയും തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിലൊക്കെ ധാരാളം ചെറിയ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് വെള്ളച്ചാട്ടത്തിൽ ചെന്നാലും ആ വെള്ളച്ചാട്ടത്തിൽ കുറച്ച് വെള്ളം കളക്ട് ചെയ്യുന്നുള്ള ശീലമായതുകൊണ്ട് ഇവിടുന്ന് ഇനി അവിടെ പോയി എടുക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേട്ടത്. അതായത് അവിടെ ആകെ ബഹളമാണ്. തമിഴന്മാർ തമ്മിൽ ആകെ അടി തുടങ്ങി.
ഇവിടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവും അവിടെ എന്തുണ്ടായിരുന്നു. സ്ത്രീകൾ തമ്മിലുള്ള എന്തോ ഒരു വഴക്ക് തുടങ്ങി. ഇപ്പോൾ ലാസ്റ്റ് അവരുടെ കൂടുതലുള്ള ആണുങ്ങളൊക്കെ കൂടെ ചേർന്നിട്ട് അവിടെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി. അവിടെ ഭയങ്കരമായിട്ട് വഴക്കും ഉന്തും തള്ളും കൂടിയപ്പോൾ അവിടുത്തെ ഗാർഡുകൾ ചെന്ന് അവിടെ നിന്ന് ആരും കുളിക്കേണ്ട, എല്ലാവരും തിരിച്ച് കയറി പോകാനൊക്കെ പറഞ്ഞ് എല്ലാവരും ഉന്തി തള്ളി മാറ്റാൻ കേട്ടോ. അപ്പോൾ ഉണ്ട് ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, എന്തായാലും വെള്ളം എടുത്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് നല്ല ടെൻഷനായിരുന്നു, കാരണം ഇങ്ങനെ അടി കൂടുന്നിടത്ത് പോയിട്ട് ഇനി പുറത്ത് നിന്ന് നമുക്കിട്ട് അടി കിട്ടുമോ എന്നുള്ളത്. അങ്ങനെ ഏതായാലും പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ പച്ച കുപ്പിയോടെ പൊന്തി നിൽക്കുന്ന കാണട്ടോ. ആരുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ഏതായാലും വെള്ളമായിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ നിന്ന് ആ കുപ്പി കൊണ്ട് വരുന്നതൊക്കെ ഞാൻ ഇവിടെ നിന്ന് സൂം ചെയ്ത് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ തല്ല് കിട്ടിയാലും ഇവിടെ നിന്ന് സൂം ചെയ്ത് കാണാനും പറ്റും. അങ്ങനെ ഇപ്പോൾ ആ കുപ്പി ഏറ്റുവാങ്ങിക്കൊണ്ട് കെട്ടിയവർ അവിടെ നിന്ന് നടന്നു വന്നു കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ആരോ വീഡിയോ എടുത്തു. അപ്പോൾ കുളിക്കുന്നവർ തൃശ്ശൂരിനകത്ത് പകർന്നു എന്നൊക്കെ പറഞ്ഞുള്ളൊരു തല്ലാണ് അവിടെ അത്രയും രീതിയിൽ നടന്നത്. ഇപ്പോൾ പിന്നെ ഏതെങ്കിലും ഗാർഡുകൾ കുറച്ച് പേരെയൊക്കെ കുളിക്കാനായിട്ട് അങ്ങോട്ട് ഇറക്കി വിടുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ പാലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ മഴയൊക്കെ പെയ്തുകൊണ്ട സമയമാണെങ്കിൽ ഈ പാറകളൊക്കെ നന്നായിട്ട് വെള്ളം ഒഴുകുമായിരിക്കും. ഭയങ്കര ഭംഗിയുള്ള ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ. ഭയങ്കര സൈലൻസ് ആണ്. പക്ഷേ സൈലൻ്റ് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല, കാരണം അത്രയും ആൾക്കാർ അവിടെ പേർന്ന് ബഹളം വെക്കുന്നതാണ്. അത്ര വലിയ സൈലൻ്റ് അല്ല, എന്നാൽ പോലും കാണാനൊരു പ്രത്യേക രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടവും പ്രകൃതി രമണീയതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വളരെ നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടുന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്നതല്ലേ, അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ വെള്ളം കുടിച്ചു നോക്കുന്നുണ്ട്. വെള്ളം പിന്നെ എങ്ങനെയായിരിക്കും എന്ന് പറയാമല്ലോ, നല്ല തണുപ്പുള്ളൊരു വെള്ളമാണ് കേട്ടോ. നമ്മൾ ഈ നിന്ന പാലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു റോഡ് മുന്നോട്ട് കിടപ്പുണ്ട്. പക്ഷേങ്കിൽ അവിടേക്ക് പോകുന്നത് മാഞ്ചോലയിൽ എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്ന വണ്ടികൾ മാത്രമേ അങ്ങോട്ട് കടത്തി വിടുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൈഡിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട പോയിൻ്റൊക്കെ ഡ്രൈവർ ചേട്ടൻ വണ്ടി നിർത്തിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊക്കെ നൽകുന്നുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ഫ്രണ്ടിലിരുന്ന് വീഡിയോ ഒക്കെ എടുത്തതുകൊണ്ട് ഇനി പുറകിലിരുന്ന് വീഡിയോസൊക്കെ എടുക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ ഇത്തവണ പുറകിലാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിങ്ങനെ പെയിൻറ്റിങ്ങിലൊക്കെ വരച്ച പോലെ മലകളൊക്കെ നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ഒരു ലൊക്കേഷനിൽ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇറക്കിയിട്ടോ. എന്നിട്ട് പിന്നെ ഈ ഒരു മതിലിൻ്റെ മേലെ കയറി നിന്നുകൊണ്ട് ഇങ്ങനെ സൂം ചെയ്ത് വീഡിയോസ് എടുക്കുകയാണ്. അപ്പോൾ അങ്ങ് ദൂരമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡാം കാണാൻ പറ്റും. അതുപോലെ മണിമുത്താർ ഡാം ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ദേ ഇപ്പോൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മണിമുത്താർ ഡാം. മണിമുത്താർ ഡാം എന്ന് പറയുമ്പോൾ അതിന് 3 കിലോമീറ്റർ നീളമാണ് കേട്ടോ നമ്മുടെ ഈ ഡാമിനുള്ളത്. താമ്രഭരണി നദിയുടെ ഉപനദിയായിട്ടുള്ള മണിമുത്താർ നദിയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് 1958 പൂർത്തിയാക്കിയ ഈ അണക്കെട്ട് പ്രദേശത്ത് കൃഷിക്കും കുടിവെള്ള ആവശ്യങ്ങൾക്കും നിർണായകമാണ്. അണക്കെട്ടിൻ്റെ പരിസരം പച്ചപ്പും മലകളും കൊണ്ട് തന്നെ സമ്പന്നമാണ്. നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആ മലകളൊക്കെ കാണാനായിട്ട് പ്രത്യേക രസമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കുറേ പോസ്റ്റുകളൊക്കെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടോ. നല്ലൊരു സ്പോട്ടാണ്. പക്ഷെ ഒത്തിരി നേരം നമ്മളിവിടെ നിൽക്കുന്നില്ല, കാരണം വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ പിന്നെ തിരിച്ച് കാറിൽ കയറി നമ്മൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അതേ സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടോ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മുടെ ബൈക്ക് എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഈ പോകുന്ന വശത്ത് ഈ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് മണിമുത്താർ ഡാമിന് ഇത്ര അടുത്തായിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. നമ്മളെന്തായാലും ഇതിൻ്റെ സൈഡിലൂടെ മേലേക്ക് ഡാമിന് മേലേക്കൂടെ നടക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം നമുക്കിനി അടുത്ത മറ്റൊരു സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ തിരുനെൽവേലി കംപ്ലീറ്റ് ആക്കാനുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും വിശദമായൊരു നടത്തത്തിന് പോകുന്നില്ല. അപ്പോൾ ഇവിടെ മണിമുത്താർ ഡാമിൻ്റെ മേലേക്ക് കയറുന്നതിന് അങ്ങനെ എൻട്രി ഫീസൊന്നും ഇല്ലെന്നാണ് കേട്ടോ തോന്നുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ തിരുനെൽവേലിയിൽ വരുന്നവർ എന്തായാലും വന്നിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് മണിമുത്താർ ഡാമും വാട്ടർഫാൾസും. അപ്പോൾ ഇവിടുത്തെ ഒരു ചുറ്റുപാടൊക്കെ കാണാനായിട്ട് പ്രത്യേക രസം തന്നെയാണ്. ഇനി അടുത്തത് പോകുന്നത് പാപനാശം എന്നുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ടാക്കാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.